ശാന്തി. ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരും ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനാഘോഷം എല്ലാവരും ആഘോഷിച്ചിട്ടുണ്ടാവും. ഒരിക്കൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടി. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും നമ്മുടെ രാജ്യം നമുക്ക് കിട്ടിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മളിന്നും ആഘോഷിക്കുന്നു. എന്നാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ ശരിക്കും? നമ്മുടെ രാജ്യം നമുക്ക് കിട്ടി, ശരി തന്നെയാണ്. പക്ഷേ നമ്മുടെ രാജ്യം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കയ്യിൽ കിട്ടി. ഇത്രയും വർഷം കൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ ഭാരതം എന്തായിട്ട് മാറിയിരിക്കും? ഇന്ന് ഭാരതത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഓരോ ദിവസം കഴിയും തോറും മുഴുവൻ ലോകത്തിലും ദുഃഖം, അശാന്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. സാഹചര്യങ്ങൾ, പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. സ്വതന്ത്ര രാജ്യമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തിൽ നിന്നാണ് സ്വതന്ത്രരായിട്ട് മാറേണ്ടത്? അതായത് നമ്മൾ നമ്മുടെ സ്വഭാവത്തിൽ സ്വതന്ത്രരാണോ? സാധാരണ ഈ ലോകത്തിൽ ഒരുപാട് ഡൈവോഴ്സ് നടക്കുന്നുണ്ട് അല്ലേ? അല്ലെങ്കിൽ ഒരുപാട് വീടുകളിൽ പ്രശ്നങ്ങൾ നടക്കാറുണ്ട്. എല്ലാവരും പറയുന്ന, ഒരുപാട് പേര് പറയുന്ന ഒരു പരാതി അല്ലെങ്കിൽ ഒരു കാര്യം ഇതാണ്: എനിക്ക് ആ വീട്ടിൽ യാതൊരു സ്വാതന്ത്ര്യവുമില്ല. ഇപ്പം കല്യാണം കഴിഞ്ഞ പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ പല പെൺകുട്ടികളും എന്താ പറയാറ്? എനിക്ക് ഭർത്താവിൻ്റെ വീട്ടിലൊരു സ്വാതന്ത്ര്യമില്ല. പല രീതിയിലുണ്ട് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അച്ഛനമ്മമാർ, ചില കുട്ടികൾ പറയില്ലേ, ഇപ്പോൾ ചില കുട്ടികളോട് അച്ഛനമ്മമാർ പറയുന്നത് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ പോകരുത്, ഇവിടെ പോകരുത്, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ കുട്ടികളെന്ത് പറയും? എനിക്ക് ഈ വീട്ടിൽ യാതൊരു സ്വാതന്ത്ര്യം ഇല്ലേ? ചോദിക്കാറുണ്ട് കുട്ടികൾ. എനിക്ക് കുറച്ച് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം. ഓരോ വീടുകളിലും പറയും. ഭാര്യ ഭർത്താവിനോട് എന്ത് പറയാറുണ്ട്? ഞാനൊരു പെണ്ണാണെന്ന് വിചാരിച്ച് എനിക്ക് എൻ്റേതായ ഒരു സ്വാതന്ത്ര്യം വേണ്ടേ? അല്ലേ? പുരുഷന് പുരുഷൻ്റേതായ സ്വാതന്ത്ര്യം, സ്ത്രീക്ക് സ്ത്രീയുടേതായ സ്വാതന്ത്ര്യം. എല്ലാവരും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മളെല്ലാവരും സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ആഘോഷങ്ങൾ എല്ലാ വർഷവും നടത്തുന്നുണ്ട്. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ സ്വയം ജയിലിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കൂടുണ്ടാക്കി അതിനകത്ത് കയറുന്നു, എന്നിട്ട് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു, ആഘോഷിക്കുന്നു. ലോകത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നു. എന്നാൽ ഓരോ ദിവസം കഴിയും തോറും മനുഷ്യരുടെ സ്വാതന്ത്ര്യം കുറഞ്ഞു വരികയാണ്. എന്തിൽ നിന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരായിട്ട് മാറേണ്ടത്? ചിലവർ പറയാറുണ്ട്, കവി ഭാഷയിൽ പറയാറുണ്ട്, ആ പറന്ന് നടക്കുന്ന കിളിയെ പോലെ എനിക്കും പറക്കണം സ്വതന്ത്രമായി. കവിഭാവനയാണ്. ആ വൃക്ഷം എത്ര ഫ്രീ ആയിട്ടാണ് അല്ലേ ഓപ്പൺ സ്പേസിൽ മൈതാനത്ത് നിൽക്കുന്നത്, തലയെടുപ്പോടെ നിൽക്കുന്നത്. അതേപോലെ എനിക്കും സ്വതന്ത്രമായിട്ട് ഈ ലോകത്ത് നിൽക്കണം, സ്വതന്ത്രമായി എനിക്ക് ജീവിക്കണം. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. ആ പേരിൽ തന്നെ എത്ര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഓരോ വീടുകളിലും സ്വാതന്ത്ര്യമില്ല അല്ലേ? ചില കുട്ടികൾ പറയും, അച്ഛൻ അത്ര സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തരാറില്ല, അമ്മ പക്ഷെ ഭയങ്കര സ്വാതന്ത്ര്യം തരും.
പല കുട്ടികളും അച്ഛനമ്മമാരും ഭാര്യയും ഭർത്താവും എല്ലാവരും ചിന്തിക്കുന്നവരുടെ സ്വാതന്ത്ര്യം അവരവരുടേതായ രീതിയിലാണ്, എന്തു തന്നെയാവട്ടെ. പക്ഷെ സ്വാതന്ത്ര്യം എല്ലാവരും ആഗ്രഹിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ശരിക്കും സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എന്താണ്? പലരും, നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഏത് സിറ്റുവേഷൻ വരുമ്പോഴും നമുക്ക് എന്തെല്ലാം വരാറുണ്ട് ഫീലിങ്സ്. ചിലർക്ക് ഇറിറ്റേഷൻ വരും, ചിലർക്ക് ദേഷ്യം വരാറുണ്ട്, ചിലർക്ക് ആകാംക്ഷ, പേടി, സ്ട്രെസ്സ്, പലതരത്തിലുള്ള ഫീലിങ്സ് വരുന്നുണ്ട്. പലതരത്തിലുള്ള ഡിസീസ് വരുന്നുണ്ട് നമുക്കല്ലേ ശരിക്കും. എന്നാൽ അതിൽ നിന്ന് സ്വതന്ത്രനാണോ? ചിലർ പറയില്ലേ, എൻ്റെ ജീവിതമൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, പക്ഷെ എൻ്റെ മനസ്സുണ്ടല്ലോ സ്വതന്ത്രമായിട്ട് ഓടുന്ന മനസ്സല്ല. എൻ്റെ മനസ്സ് അവിടെ ഇവിടെ എല്ലാം കുടുങ്ങി കിടക്കുകയാണ്. എൻ്റെ മനസ്സിപ്പോഴും സ്വതന്ത്രമല്ല. എവിടെയൊക്കെയോ അല്ലേ എന്തോ ഒന്ന് പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിൻ്റെ അവസ്ഥയാണ്. മനസ്സ് സ്വതന്ത്രമല്ല. മനസ്സിൽ എപ്പോഴും ടെൻഷനും ചിന്തകളും അല്ലേ എല്ലാ കാര്യങ്ങളുമാണ്. അപ്പം നമ്മളുടെ മനസ്സിനെയാണ് നമ്മളിപ്പോൾ സ്വതന്ത്രനാക്കി മാറ്റേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങൾ വരികയാണെങ്കിലും, സാഹചര്യം എന്തു തന്നെയാവട്ടെ, എൻ്റെ മനസ്സിനെ സ്വതന്ത്രമായി ചിന്തിക്കാനും അല്ലെങ്കിൽ വിശാലമായി ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? പലരും നമ്മൾ പറഞ്ഞല്ലോ, ഒരു പക്ഷി ആകാശത്ത് പറന്ന് നടക്കുന്നത് പോലെ എനിക്കും ഫ്രീ ആയിട്ട് പറക്കണം. അതിനർത്ഥം എന്താ? ആകാശം വിശാലമാണ്. അതേപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിനെയും അതേപോലെ സ്വതന്ത്രമാക്കണമെങ്കിൽ ആകാശം എങ്ങനെയാണോ വിശാലമായിരിക്കുന്നത് അതേപോലെ നമ്മുടെ മനസ്സും വിശാലമായിരിക്കണം. മനസ്സിൻ്റെ വിശാലത എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവരെയും നമുക്ക് ഉൾക്കൊള്ളാനും അല്ലേ, ഓരോരുത്തരുടെ സ്വഭാവം ഇതാണ് എന്ന് മനസ്സിലാക്കി അതിനെ അംഗീകരിച്ച് ഓരോരുത്തരിൽ നിന്നും ഓരോ പാഠങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പക്ഷി പറക്കുന്നത് പോലെ, അർത്ഥം എൻ്റെ മനസ്സിനെ അത്രയും വിശാലമാക്കിക്കൊണ്ട് എനിക്ക് പറക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോൾ സ്വതന്ത്രരാവേണ്ടത് എന്തിൽ നിന്നാണ്? നമ്മുടെ സ്വഭാവ സംസ്കാരങ്ങളിൽ നിന്നാണ് നമ്മൾ സ്വതന്ത്രനാവേണ്ടത്. ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. എന്നാൽ ബ്രിട്ടീഷുകാരേക്കാൾ വലിയൊരു അപകടകാരിയായിട്ടുള്ള ഒരാൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ആരാന്നറിയോ അവർ? ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. അതാണ് ആസുരീയ സ്വഭാവം. രാവണന് 10 തലയല്ലേ? രാവണന് 10 തലയുണ്ടെന്നാണ് പറയുന്നത് അല്ലേ കഥകളിൽ. അർത്ഥം എന്താ? ആസുരീയ സ്വഭാവങ്ങളുടെ തലയാണ് രാവണൻ്റെ തല. കാമക്രോധ മോഹ ലോഭ അഹങ്കാരം. സ്ത്രീയുടെയും 5 വികാരം, പുരുഷൻ്റെയും 5 വികാരം. 10 തലയായില്ലേ? അപ്പം നമ്മുടെ സ്വഭാവ സംസ്കാരങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത നമ്മുടെ സ്വഭാവ സംസ്കാരങ്ങളിൽ നിന്നാണ് നമ്മൾ സ്വതന്ത്രനാവേണ്ടത്. അപ്പം നമ്മുടെ രാഷ്ട്രം അല്ലേ, നമ്മുടെ രാജ്യം സ്വതന്ത്രമായി. ബ്രിട്ടീഷുകാരിൽ നിന്ന് എനിക്ക് രാജ്യം സ്വന്തമായിട്ട് കിട്ടി, സ്വതന്ത്ര രാജ്യം കിട്ടി. പക്ഷേ ബ്രിട്ടീഷുകാരിൽ നിന്ന് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ഓരോ വീടുകളിൽ നമ്മളൊന്ന് നോക്കൂ. കഴിഞ്ഞ ദിവസം നമുക്കറിയാം പല ഭാഗങ്ങളിലും ഉരുൾപൊട്ടലും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ചിലരൊക്കെ കണ്ടിട്ടില്ലേ, അവനവൻ്റെ സ്ഥലത്തൊരു ബോർഡ് വെക്കാറുണ്ട്. എന്താണ് ബോർഡ് വെക്കാറ്? അനുവാദം കൂടാതെ ഇതിനകത്ത് പ്രവേശിക്കരുത് എന്ന് പറഞ്ഞിട്ട്. ബോർഡ് കണ്ടിട്ടില്ലേ നമ്മൾ?
അതൊരു സ്ഥലമായിരിക്കാം. അപ്പോൾ അങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഒരു ഉരുൾപൊട്ടൽ വരുമ്പോൾ, ഒരു വെള്ളപ്പൊക്കം വരുമ്പോൾ എവിടെ ഒരു സ്ഥലത്ത് കണ്ടു ആ ബോർഡ് മാത്രമുണ്ട്, അതിൻ്റെ 3/4 ഭാഗവും വെള്ളം, ആ സ്ഥലത്തിൻ്റെ 3/4 ഭാഗവും വെള്ളം. അപ്പോൾ ആരുടെയും അനുവാദമില്ലാതെയാണ് ആ വെള്ളവും ചെളിയും കല്ലും മണ്ണും മണലും എല്ലാം ആരുടെയും അനുവാദം കൂടാതെയാണ് ആ സ്ഥലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ആ സ്ഥലത്തിൻ്റെ ഉടമ ഏതോ ഒരു വീട്ടിൽ ആരുടെയോ ആശ്രയത്തിൽ ജീവിക്കുന്നു. സ്വതന്ത്രരാണോ നമ്മൾ? നമ്മൾ ചിന്തിച്ച് നോക്കേണ്ട കാര്യമാണ് അല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്ന വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പറയുന്നത്ര സ്വതന്ത്രരല്ല നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന, എൻ്റെ അവസ്ഥയെ മോശമാക്കുന്ന, എൻ്റെ സന്തോഷത്തെ ഇല്ലാതാക്കുന്ന എന്തെല്ലാം സ്വഭാവ സംസ്കാരങ്ങൾ എൻ്റെ ഉള്ളിൽ ഞാൻ പൂട്ടിയിട്ടിട്ടുണ്ടോ അതിനെയൊക്കെ സ്വതന്ത്രരാക്കണം അല്ലേ? അതിനെയാണ് നമ്മൾ സ്വതന്ത്രരാക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരായിട്ട് മാറുന്നത്. അപ്പോഴാണ്, അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഇപ്പം ചിലർ പറയണ കേട്ടിട്ടില്ലേ, എനിക്ക് അവരോട് സ്നേഹത്തോടെ പെരുമാറണം എന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. സ്വതന്ത്രയല്ല ഞാൻ. കാരണം ആരോ എവിടെയോ ഒരു കയറ് പിടിച്ച് വലിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് സ്നേഹത്തോടെ സംസാരിക്കണം, അവരോട് വഴക്കിടരുത്, അവരെ ഇൻസൾട്ട് ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ പറ്റുന്നില്ല. അപ്പം നമ്മൾ സ്വതന്ത്രരാണ്. അതേപോലെ പലരും പറയാറുണ്ടല്ലോ, അറിയാതെ പറഞ്ഞു പോയി, അറിയാതെ ചെയ്തു പോയി, അറിയാതെ കണ്ടുപോയി, അറിയാതെ കേട്ടുപോയി, അറിയാതെ, എല്ലാം അറിയാതെയാണ്. സ്വതന്ത്രരാണോ നമ്മൾ? അവിടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സർവകർമ്മേന്ദ്രിയങ്ങളുടെയും മേൽ നമ്മൾ എപ്പോഴാണോ രാജാവാകുന്നത് അപ്പോഴാണ് സ്വാതന്ത്ര്യം. കാരണം എന്തുകൊണ്ടാണ്? അപ്പം നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ പറയുന്നത് അനുസരിക്കും. ഞാൻ പറയുകയാണ്, എൻ്റെ കണ്ണെ നീ ആവശ്യമില്ലാത്തത് കാണരുത്. അപ്പം കണ്ണ് പറഞ്ഞു ഓക്കെ ശരി, ആവശ്യമില്ലാത്തത് കണ്ട് ഞാൻ എൻ്റെ സമയം കളയുന്നില്ല. കണ്ണനുസരിച്ചു. അതാണ് സ്വാതന്ത്ര്യം. അത്രയും സ്വതന്ത്രരാണോ നമ്മൾ? അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു ദിവസം മാത്രമല്ല സ്വാതന്ത്ര്യദിനാഘോഷം. ഇന്ന് രാവിലെ നമ്മൾ കൊടി ഉയർത്തുന്നു, വൈകുന്നേരം കൊടി താഴ്ത്തുന്നു. കഴിഞ്ഞോ സ്വാതന്ത്ര്യദിനാഘോഷം? ഇല്ല. ഇന്ന് സ്വാതന്ത്ര്യദിനാഘോഷം നമ്മൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ അല്ലെങ്കിൽ ഈ ദിവസം അന്ന് പൂർത്തിയായി, നമ്മുടെ ആഘോഷം അവസാനിച്ചു. എങ്കിലും നമ്മൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കേണ്ടത് ഇതാണ്, ഞാൻ എൻ്റെ ദുസ്വഭാവങ്ങളെ സ്വതന്ത്രനാക്കി വിടണം. ആ ദുസ്വഭാവങ്ങളിൽ നിന്ന് എനിക്ക് സ്വതന്ത്രനാവണം. അപ്പോൾ അവരെ ഫ്രീ ആയി വിട്ടാലല്ലേ എനിക്ക് സ്വതന്ത്രനാവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ന് മുതൽ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. എന്തിനു വേണ്ടിയിട്ട്? യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണ്? യഥാർത്ഥ സ്വാതന്ത്ര്യം നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കണം. അതിനുവേണ്ടി നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? ഇതെല്ലാം ഒരു നാടകമാണ്. ഈ നാടകത്തിൽ എന്തെല്ലാമാണ് നടക്കുന്നത് അല്ലേ? നമ്മളെല്ലാവരും ആത്മാക്കളാണ്. ഞാൻ ആത്മാവ് ഈ ശരീരമാകുന്ന വാഹനം ഉപയോഗിച്ച് അല്ലെങ്കിൽ ശരീരമാകുന്ന വസ്ത്രം ഉപയോഗിച്ച് ഈ നാടകം അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഈ നാടകത്തിൻ്റെ അഭിനയത്തെ എനിക്ക് എത്ര മനോഹരമാക്കാൻ പറ്റുമോ അത്രയും മനോഹരമാക്കി മാറ്റും. അപ്പം അതിനു വേണ്ടി നമ്മൾ നമ്മുടെ ഇഷ്ടമില്ലാത്ത സ്വഭാവ സംസ്കാരങ്ങളിൽ നിന്ന്, അതായത് എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ഇഷ്ടമില്ലാത്ത സ്വഭാവ സംസ്കാരങ്ങളിൽ നിന്ന് സ്വതന്ത്രനാകണം. അപ്പം അതിനു വേണ്ടി ഞാൻ ആത്മാവ് എന്ത് ചെയ്യണം? എൻ്റെ അച്ഛനായ പരമാത്മാവിനെ ഓർമ്മിക്കണം. ഞാൻ ആത്മാവ് ഒരു ലൈറ്റാണ്. എങ്ങനെയാണോ മിക്സിയെ കറണ്ട് പ്രവർത്തിപ്പിക്കുന്നത്, അതേപോലെ നമ്മുടെ ഈ ശരീരത്തെ ആത്മാവാകുന്ന കറണ്ട് പ്രവർത്തിപ്പിക്കുകയാണ്. അപ്പോൾ ആത്മാവാകുന്ന ആ കറണ്ടിനെ എന്ത് ചെയ്യണം? പരമാത്മാവായ കരണ്ടുമായിട്ടൊന്ന് യോജിപ്പിക്കാം. അങ്ങനെ പരമാത്മാവുമായ കരണ്ടുമായി യോജിപ്പിച്ചാൽ ഞാൻ ആത്മാവ് പവർഫുള്ളാകും. നമ്മൾ പറയില്ലേ, 2 ചെമ്പ് കമ്പികൾ കൂട്ടിമുട്ടിയാൽ ബൾബ് കത്തും. അപ്പം ആത്മാ പരമാത്മാ കണക്ഷൻ യോജിപ്പിച്ചാൽ നമ്മുടെ മാനസിക ശക്തി ഉയർത്താനും നമുക്ക് സാധിക്കും. എൻ്റെ ഉള്ളിലുള്ള വീക്ക്നെസ്സുകൾ, അല്ലെങ്കിൽ എനിക്കിഷ്ടമല്ലാത്ത എൻ്റെ സ്വഭാവ സംസ്കാരങ്ങൾ, എനിക്ക് ജീവിതത്തിൽ നഷ്ടമുണ്ടാക്കുന്ന, ദുഃഖമുണ്ടാക്കുന്ന സ്വഭാവ സംസ്കാരങ്ങൾ, അതിൽ നിന്നെല്ലാം നമുക്ക് സ്വതന്ത്രരാവാനുള്ള ഒരു കഴിവ് നമ്മളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇന്നു മുതൽ എന്ത് ചെയ്യണം? ആത്മാ പരമാത്മാ കണക്ഷൻ യോജിപ്പിക്കണം. അതിലൂടെ നമുക്ക് പൂർണ്ണ സ്വതന്ത്രവാനായി മാറാം. പൂർണ്ണ സ്വാതന്ത്ര്യം എന്താണ് അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. നമുക്കെല്ലാവർക്കും സ്വാതന്ത്ര്യം വേണോ വേണ്ടയോ? സ്വാതന്ത്ര്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരിശ്രമിക്കാതെ നമുക്കൊന്നും നേടാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? സ്വതന്ത്രമായിരിക്കണം. ആകാശത്ത് പക്ഷി പറക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാനസികമായിട്ട് ഇത്രയും സന്തോഷമായിട്ട്, ഇത്രയും ഫ്രീ ആയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അതായത് ഉത്തരവാദിത്തങ്ങളെയെല്ലാം വളരെ സ്മൂത്തായിട്ട്, വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മളിൽ തീർച്ചയായിട്ടും ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഇന്ന് മുതൽ അതിനു വേണ്ടി പരിശ്രമിക്കണം. ഓക്കെ. ഓം ശാന്തി.